നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിഡാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്ക്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ക്രൗൺ ബൂസ്, എയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. പലയിടത്തും നാശനഷ്ടങ്ങൾ. 3 ദിവസം കൂടി മഴ തുടരാൻ സാധ്യത. മൂന്നാർ തലയാർ എസ്റ്റേറ്റിൽ കാട്ടാന ചെരിഞ്ഞു. കന്നിമലയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കട തകർത്തു. ചിന്നക്കനാൽ 301 കോളനിയിലെ ആദിവാസി കുടുംബങ്ങളുടെ കണക്ക് വനം വകുപ്പ് ശേഖരിക്കുന്നു. പീരുമേട് ടീ കമ്പനി തുറക്കാൻ വീണ്ടും ചർച്ച. 11-ാം തീയതി തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച. റീസർവേ നടപടികളിലെ അപാകത മൂലം കർഷകർ ദുരിതത്തിൽ. റീസർവേയിൽ ഏറ്റവുമധികം തെറ്റുകൾ അടിമാലി മന്നാംകണ്ടം വില്ലേജിൽ. വാർത്തകൾ വിശദമായി. ഇടുക്കിയിൽ കനത്ത മഴ തുടരുന്നു. ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ മഴ 3 ദിവസം കൂടി തുടരുമെന്നാണ് സൂചന. കാത്തുകാത്തിരുന്ന് മഴയെത്തി. കർക്കിടകം പകുതി കഴിഞ്ഞപ്പോഴാണ് ഇടുക്കിയിൽ മഴ വരുന്നത്. മഴക്കുറവിൽ വലഞ്ഞ കാർഷിക മേഖലയ്ക്ക് വൈകിയെങ്കിലും മഴയെത്തിയത് ആശ്വാസമായി. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുകയാണ്. ഇടുക്കി ജില്ലയിൽ ഇത്തവണ 41% മഴക്കുറവ് ഉള്ളതായിരുന്നു റിപ്പോർട്ട്. 2 ദിവസമായി പെയ്യുന്ന മഴയിൽ പുഴകളും വെള്ളച്ചാട്ടങ്ങളും നിറഞ്ഞു കവിഞ്ഞു. ഹൈറേഞ്ചിലെ മിക്കയിടങ്ങളും വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. അടിമാലി ടൗൺ, ആനച്ചാൽ, കൂമ്പൻപാറ എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായി. അടിമാലി ടൗണിൽ വീടിന് മുകളിൽ മണ്ണിടിഞ്ഞു വീണു. കൂമ്പൻപാറയിൽ മരം കടപുഴകി വീണ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. നേര്യമംഗലം ഇടുക്കി റോഡിൽ വെള്ളം കയറി. തൊടുപുഴ, കട്ടപ്പന, കുമളി, അടിമാലി മേഖലകളിലും മഴ ശക്തമായി തുടരുകയാണ്. 1000 ഏക്കറിൽ ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണെങ്കിലും ആർക്കും അപകടമില്ല. കനത്ത മഴയിൽ കട്ടപ്പന കല്യാണത്തണ്ടിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കല്യാണത്തണ്ട് വാഴക്കാലയിൽ ബിജുവിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയെ തുടർന്നാണ് കട്ടപ്പന കല്യാണത്തണ്ട് സ്വദേശി വാഴക്കാലായിൽ ബിജുവിന്റെ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞത്. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. 12 അടി പൊക്കത്തിൽ നിർമ്മിച്ച കൽക്കട്ടാണ് തുടർച്ചയായി പെയ്ത മഴയിൽ നിലം പതിച്ചത്. കെട്ടിടിഞ്ഞ് സമീപവാസിയായ ഇരിപ്പെട്ടിൽ രാജേഷിന്റെ വീടിന്റെ ഭിത്തിയിലേക്കാണ് വീണത്. രാജേഷും ഭാര്യയും മാത്രമാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. കുട്ടികൾ ബന്ധുവീട്ടിലായിരുന്നു. വീടിന് പിന്നിലെ കുട്ടികളുടെ കളിസ്ഥലത്തേക്കാണ് കല്ല് പതിച്ചത്. എന്നാൽ വീടിന് പുറത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഇത് ഒരു 12:30 ഭയങ്കര ഒച്ചയിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ പുറവെച്ച് ഇടിഞ്ഞ് കിടക്കുക. ചേട്ടൻ ആശുപത്രിയിലായിരുന്നു. ഞങ്ങൾ ആശുപത്രി വന്ന് ചെറുതേ ഉള്ളായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീണ് ബിജുവിന്റെ കാർഷിക വിളകളും നശിച്ചു. തുടർച്ചയായി മഴ പെയ്താൽ ഭിത്തിയുടെ ഇനിയുള്ള ഭാഗവും ഇടിഞ്ഞു വീഴുന്ന അവസ്ഥയിലാണ്. ഷാജി വില്ലേജിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വില്ലേജ് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. ശക്തമായ മഴയെ തുടർന്ന് ഇരട്ടയാർ പഞ്ചായത്തിൽ നിർധന കുടുംബത്തിന്റെ വീട് തകർന്നു. ഇരട്ടയാർ തേക്കിൻകാനം സ്വദേശി വെള്ളറിയിൽ എബ്രഹാമിന്റെ വീടാണ് തകർന്നത്. 50 വർഷം പഴക്കമുള്ള മൺചുമരുകളോടുകൂടിയ ജീർണിച്ച വീട്ടിലാണ് എബ്രഹാമും ഭാര്യയും മക്കളും അന്തിയുറങ്ങുന്നത്. വീടിന്റെ മേൽക്കൂരയും ഭിത്തിയും ജീർണിച്ച് ഓടുകളുടെ ഭാരം താങ്ങാനാവാതെ കനത്ത മഴയിൽ തകർന്നു വീഴുകയായിരുന്നു. വീട് തകർന്നു വീഴുമ്പോൾ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ളവർ വീടിനുള്ളിൽ ഉണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സ്വന്തമായി വീട് നിർമ്മിക്കുവാൻ മാർഗമില്ലാത്ത എബ്രഹാമിന്റെ കുടുംബത്തിന് ഗ്രാമപഞ്ചായത്തിൽ നിന്നും വീട് നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനം നൽകിയെങ്കിലും അന്തിമ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടു. 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ളതായ പെരയാണ്. ഇന്നലെ രാവിലെയാണ് ഈ പെര താഴെ വീഴുന്നത്. ഞങ്ങൾ ഇതിന്റെ അകത്തുണ്ടായിരുന്നു. തകർന്ന വീടിനുള്ളിൽ താമസിക്കുവാൻ പറ്റാത്ത ഇവർ എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. വീട് തകർന്ന വിവരം അറിയിച്ചിട്ടും വാർഡ് മെമ്പർ തിരിഞ്ഞു നോക്കിയില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഞങ്ങൾ രോഗികളുവാ, പെര തരാമെന്നൊക്കെ പറഞ്ഞു ഓട്ടോയൊക്കെ എടുത്ത് പോയതാ നേരത്തെ. ഇതുവരെ അതിനൊരു അനക്കവുമില്ല. ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് എത്രയും വേഗം വീട് നിർമ്മിച്ച് നൽകണമെന്നാണ് ഈ കുടുംബത്തിന്റെ ആവശ്യം. ഇന്നലെ പെയ്ത ശക്തമായ മഴയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വീട് തകർന്നു. കഞ്ഞിക്കുഴി പുന്നിയാർ സ്വദേശി തച്ചോട്ടുപാറയിൽ മോഹനന്റെ വീടാണ് തകർന്നത്. ഇന്നലെ രാത്രി 7 മണിയോടുകൂടിയാണ് ശക്തമായ മഴയിൽ മോഹനന്റെ വീട് നിലം പതിച്ചത്. ഈ സമയം മോഹനനും ഭാര്യ ഓമനയും വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും പരിക്കുകൂടാതെ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. കൂലിപ്പണിക്കാരായ മോഹനനും ഭാര്യ ഓമനയും വർഷങ്ങളായി ഇടിഞ്ഞു വീഴാറായ വീട്ടിലായിരുന്നു താമസം. ഓരോ മഴക്കാലവും ഏറെ പണിപ്പെട്ടാണ് ഇവർ തള്ളി നീക്കിയിരുന്നത്. ഈ വർഷം കാലവർഷം ചതിച്ചതോടെ കയറിക്കിടക്കാൻ ആകെയുണ്ടായിരുന്ന ഈ കോരയും ഇവർക്ക് നഷ്ടപ്പെട്ടു. ഇവരുടെ വീടിന്റെ ദയനീയാവസ്ഥ ചൂണ്ടിക്കാട്ടി നിരവധി തവണ പഞ്ചായത്തിൽ പരാതിപ്പെട്ടെങ്കിലും വീട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും ഒരുവിധ നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ പറയുന്നു. 89 മുതൽ ഞങ്ങൾ അപേക്ഷ വയ്ക്കുന്ന ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് ഒരു പേരെ അനുവദിച്ച് കിട്ടിയിട്ടില്ല. ചേട്ടന് പനിയായിട്ട് മുറിക്കകത്ത് കിടക്കുമായിരുന്നു.
വീണപ്പം ഞാൻ പിന്നെ കുളിക്കാൻ പോയേക്കുമായിരുന്നു. ഞാൻ കാറിക്കൊണ്ട് ഓടി വന്നു. അന്നത്തേക്കും പെര മൊത്തം ഉരുണ്ട് വീണു. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് എവിടെയെങ്കിലും ഒരു സഹായം ഞങ്ങൾക്ക് കിട്ടണം. മോഹനൻ, ഓമന ദമ്പതികളെ പോലുള്ള നിരവധി പേരാണ് ഇപ്പോഴും പടിക്ക് പുറത്ത് നിൽക്കുന്നത്. കയറിക്കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നവും നഷ്ടമായതോടെ ഈ മഴക്കാലം എങ്ങനെ തള്ളി നീക്കണമെന്നറിയാതെ നെട്ടോട്ടം ഓടുകയാണിവർ. എന്നാൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ധനസഹായം അനുവദിച്ച് ഇവർക്ക് ഉടൻ തന്നെ പുതിയ വീട് നിർമ്മിച്ചു നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മറയൂർ തലയാർ എസ്റ്റേറ്റിൽ കാട്ടാനയെ ചത്ത നിലയിൽ കണ്ടെത്തി. പാറയിൽ നിന്ന് വഴുതി വീണ് ചത്തതാണെന്ന് പ്രാഥമിക നിഗമനം. വനംവകുപ്പ് മേൽ നടപടികൾ സ്വീകരിച്ചു. മറയൂർ തലയാർ എസ്റ്റേറ്റിലെ പാറയിൽ നിന്നും വഴുതി വീണ കാട്ടാന തേയിലക്കാടിനിടയിലേക്ക് മുഖമിടിച്ച് ചത്ത നിലയിലാണ് കാണപ്പെട്ടത്. ശക്തമായ മഴയുണ്ടായിരുന്നതിനാൽ പാറയുടെ സൈഡിൽ നിന്നും വഴുതി വീണതാണെന്ന് കരുതുന്നു. 30 വയസ്സുള്ള പിടിയാനയാണ് ചത്തത്. 3 ആനകളാണ് പ്രദേശത്ത് ഉണ്ടായിരുന്നത്. ഇതിലൊരെണ്ണമാണ് ചത്തത്. വനംവകുപ്പ് സ്ഥലത്തെത്തി പോസ്റ്റ്മോർട്ടം മേൽനടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ ആഴ്ച മൂന്നാറിൽ JCB ഉപയോഗിച്ച് വിരട്ടിയോടിച്ച് ആനയും ചെരിഞ്ഞിരുന്നു. ഇതിന്റെ അന്വേഷണം മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് നിലവിൽ തലയാർ എസ്റ്റേറ്റിലും കാട്ടാനയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. മൂന്നാർ കന്നിമല എസ്റ്റേറ്റിലും കാട്ടാന ആക്രമണം. കന്നിമല ലോവർ ഡിവിഷനിൽ എത്തിയ 4ഓളം കാട്ടാനകൾ പ്രദേശത്തെ പലചരക്ക് കട അടിച്ചു തകർത്തു. മൂന്നാർ കന്നിമല ലോവർ ഡിവിഷനിൽ വെളുപ്പിന് 4 മണിയോടെയാണ് 4ഓളം വരുന്ന കാട്ടാനക്കൂട്ടം എത്തിയത്. കന്നി അയ്യപ്പന്റെ പലചരക്ക് കടയുടെ മുൻവശത്തെ വാതിൽ ആദ്യം അടിച്ചു തകർക്കുകയായിരുന്നു. ഇതോടെ കൂട്ടത്തിലുണ്ടായിരുന്ന കുട്ടിയാന കടയ്ക്കുള്ളിൽ പ്രവേശിക്കുകയും കുട്ടിയാനയെ കാണാത്തതിനെ തുടർന്നാണ് കടയുടെ ഭിത്തിയടക്കം പൂർണ്ണമായി അടിച്ചു തകർത്തത്. അരിയും പഞ്ചസാരയും അടക്കമുള്ള എല്ലാവിധ സാധനങ്ങളും നശിച്ചു. 80,000-ഓളം രൂപയുടെ നഷ്ടമുള്ളതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. காலையில ஒரு 3-4 மணி இருக்கும். 4 மணி வாக்கில் ஒரு 3-4 யானைகள் வந்து பலசர கடையை கம்ப்ளீட்டாக நாசம் பண்ணிடுச்சு. கிட்டத்தட்ட 70,000-80,000 ரூபாய்க்கு மேலே உள்ள பொருள் எல்லாத்தையும் நாசம் பண்ணிடுச்சு. 2 கம்ப்யூட்டர் திராசு இது எல்லாத்தையும் நாசம் பண்ணி இது மிகப்பெரிய இழப்பை ஏற்படுத்தி விட்டுருச்சு. സമീപത്തെ വീട്ടിൽ കന്നിയപ്പന്റെ മകനും ഭാര്യയും മക്കളും ഉണ്ടായിരുന്നു. കാട്ടാനക്കൂട്ടം കട അടിച്ചു തകർത്ത് നശിപ്പിച്ചതിനു ശേഷം വീട്ടുമുറ്റത്തെത്തുകയും വീടിന് മുൻവശത്ത് നിന്നിരുന്ന മരം ഒടിക്കുകയും ചെയ്തു. ജീവനിൽ ഭയന്ന ഒച്ച വയ്ക്കാതെ ഇവർ വീടിനുള്ളിൽ ഇരിക്കുകയും ആനകൾ പോയതിനു ശേഷം പുറത്തിറങ്ങിയ ആളുകളെ കൂട്ടുകയുമായിരുന്നു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. കാട്ടാനശല്യം രൂക്ഷമായ ചിന്നക്കനാൽ 301 കോളനിയിലെ ആദിവാസി കുടുംബങ്ങളുടെ കണക്കെടുത്ത് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് ദേവികുളം DFO നരേന്ദ്രബാബു. ആനയിറങ്കൽ ബോട്ടിംഗ് നിർത്തുന്നത് സംബന്ധിച്ച് നിരീക്ഷണം നടത്തി പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മുൻപ് കാട്ടാനയടക്കമുള്ള വന്യജീവികൾ വെള്ളം കുടിക്കുന്നതിനും തീറ്റ തേടുന്നതിനും എത്തിയിരുന്നത് ആനയിറങ്കൽ ജലാശയത്തിന് സമീപത്തായിരുന്നു. എന്നാൽ ബോട്ടിംഗ് ആരംഭിച്ചതിന് ശേഷം ഇത് വന്യമൃഗങ്ങളെ പ്രതികൂലമായി ബാധിച്ചെന്നും വെള്ളം കുടിക്കാനും തീറ്റ തേടുന്നതിനും കാട്ടാനകൾ ഇവിടേക്ക് എത്താത്ത സാഹചര്യമാണെന്നും ഇതുമൂലം കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണെന്നും ആരോപണമുയർന്നിരുന്നു. നിലവിൽ ആനയിറങ്കൽ പ്രദേശത്തടക്കം കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ ഇക്കാര്യം ഗൗരവമായി എടുക്കുകയും കൂടുതൽ നിരീക്ഷണം നടത്തി ബോട്ടിംഗ് നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും ദേവികുളം DFO നരേന്ദ്രബാബു പറഞ്ഞു. ആനയിറങ്കൽ ഡാമിൽ ബോട്ടിംഗ് നിർത്തിയിട്ടില്ല. ജസ്റ്റ് അത് വെച്ചിട്ട് ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. ഇല്ല, ഇപ്പം നിലവിൽ ബോട്ടിംഗ് ഇതിനു വേണ്ടി അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് കാണില്ല. ദാറ്റ് ഈസ് ദെയർ മറ്റേ വെള്ളം കുറഞ്ഞിട്ടാണ് നിർത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ. വനംവകുപ്പിന്റെ റിപ്പോർട്ട് തള്ളി മുമ്പ് AK ആന്റണി മന്ത്രിസഭയുടെ കാലത്ത് ആനത്താവളത്തിൽ ആദിവാസികളെ കുടിയിരുത്തിയിരിക്കുന്ന ആദിവാസി കുടുംബങ്ങളുടെ എണ്ണവും മറ്റ് വിവരവും ശേഖരിച്ച് സർക്കാരിന് സമർപ്പിക്കുമെന്നും മാറ്റിപ്പാർപ്പിക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുക്കുമെന്നും DFO പറഞ്ഞു. മുത്തൂർ കോളനി ഇപ്പം നിലവിൽ ആദിവാസി ആൾക്കാർ താമസിക്കുന്നുണ്ട് അവിടെ. പക്ഷെ നമ്മൾ എത്ര പേരുണ്ട്, എത്ര പേർക്ക് അവിടെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്, ഇപ്പം നിലവിൽ എത്ര പേരുണ്ട് കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഡീറ്റെയിൽഡ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വന്നിട്ട് എത്ര പേര് കൊടുത്തിട്ടുണ്ട്, എത്ര പേര് ഉണ്ടെന്ന് ഒരു കണക്കാക്കിയിട്ട് നമ്മൾ സർക്കാർ കൊടുക്കുക. സർക്കാർ ഡിസിഷൻ എടുക്കേണ്ടി വരും. എന്നാൽ ആനയിറങ്കലിലെ ഹൈഡൽ ടൂറിസം പദ്ധതി അട്ടിമറിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട്. പീരുമേട് ടീ കമ്പനി തുറക്കാൻ 11-ാം തീയതി തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടക്കും. കഴിഞ്ഞ 21-ാം തീയതി മന്ത്രിസഭ എടുത്ത തീരുമാനപ്രകാരമാണ് ചർച്ച. ഉടമ ഉപേക്ഷിച്ചുപോയ പീരുമേട് ടീ കമ്പനി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് 11-ാം തീയതി തൊഴിൽ മന്ത്രി TP രാമകൃഷ്ണന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചർച്ച നടക്കും. കമ്പനി MD ശിവരാമകൃഷ്ണ ശർമ്മ, ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവരുമായി വൈകിട്ട് 3 മണിക്ക് സൗത്ത് കോൺഫറൻസ് ഹാളിലാണ് ചർച്ച. കഴിഞ്ഞ 21-ാം തീയതി മന്ത്രിസഭയെടുത്ത തീരുമാനപ്രകാരമാണ് ചർച്ച നടത്തുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് ലേബർ കമ്മീഷണർ R. ബിജു ബന്ധപ്പെട്ടവർക്ക് നൽകി. തോട്ടം അടച്ച ശേഷം 2013 മുതൽ 2 വർഷം പ്രവർത്തിപ്പിച്ച പാട്ടക്കാരനെയും ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 2000 ഡിസംബർ 13-നാണ് ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയത്. 1995-ൽ തുടങ്ങിയ പ്രതിസന്ധിയെ തുടർന്ന് പീരുമേട് താലൂക്കിൽ 17 വൻകിട തോട്ടങ്ങളായിരുന്നു അടച്ചത്. വിവിധ ഘട്ടങ്ങളിലായി നടന്ന ചർച്ചയെ തുടർന്ന്
മറ്റു തോട്ടങ്ങൾ തുറന്നെങ്കിലും പീരുമഴി ടീ കമ്പനിയുടെ കാര്യത്തിൽ മാത്രം നടപടിയുണ്ടായില്ല. 8 വർഷമായി പെൻഷൻ പറ്റി പിരിഞ്ഞവരുടെ ഗ്രാറ്റുവിറ്റി, നിലവിലുണ്ടായിരുന്ന തൊഴിലാളികളുടെ 2 വർഷത്തെ ബോണസ്, ശമ്പള കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ നൽകാനുള്ളപ്പോഴാണ് ഉടമ തോട്ടം ഉപേക്ഷിച്ചു പോയത്. 1330 സ്ഥിരം തൊഴിലാളികളും അത്രയും തന്നെ താൽക്കാലിക ജീവനക്കാരും 30 ഓഫീസ് ജീവനക്കാരുമാണ് അന്നുണ്ടായിരുന്നത്. ചീന്തരാർ ലോണ്ടറി എസ്റ്റേറ്റുകളിലായി 2 ഫാക്ടറിയും അനുബന്ധ സ്ഥാപനങ്ങളും ഉണ്ടായിരുന്നു. 17 വർഷത്തെ ഇടവേളയ്ക്കുള്ളിൽ 1100ഓളം തൊഴിലാളികൾ പെൻഷൻ പ്രായം കഴിഞ്ഞിരിക്കുന്നു. ട്രേഡ് യൂണിയനുകൾ വീതിച്ചു നൽകിയ തേയിലച്ചെടികളിൽ നിന്ന് കൊളുന്തുനുള്ളിയാണ് തൊഴിലാളികൾ ഇപ്പോൾ ജീവിക്കുന്നത്. പല കുടുംബങ്ങളും അർദ്ധപട്ടിണിയിലാണ്. ടീ ബോർഡ് തോട്ടം ഏറ്റെടുക്കണമെന്ന ആവശ്യമുയരുകയും ഉന്നത തൊഴിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ തോട്ടം സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തോട്ടം തുറക്കാനുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. മന്ത്രിതലത്തിലുള്ള ചർച്ച തൊഴിലാളികൾ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ജില്ലയിലെ റീസർവേ നടപടിയിലെ അപാകത മൂലം വർഷങ്ങളായി റവന്യൂ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് കർഷകർ. റീസർവേയിൽ ഏറ്റവും അധികം തെറ്റുകൾ കടന്നുകൂടിയിരിക്കുന്നത് അടിമാലി മന്നാങ്കണ്ടം വില്ലേജിലാണ്. ഒരാൾ റീസർവേ സംബന്ധമായ പരാതി നൽകിയാൽ വില്ലേജ് ഓഫീസ്, തഹസിൽദാർ ഓഫീസ്, ജില്ലാ സർവേ സൂപ്രണ്ട് ഓഫീസ്, കളക്ടറേറ്റ് തുടങ്ങിയ ഓഫീസുകളിലെ 38 സെക്ഷനിലൂടെ കടന്നുവന്നാൽ മാത്രമേ കർഷകന് കരമടയ്ക്കാൻ സാധിക്കൂ. 17 വർഷമായി കരമടയ്ക്കാൻ സാധിക്കാത്ത 10 മൈൽ സ്വദേശി എബ്രഹാമിനെക്കുറിച്ച് വാർത്ത നൽകിയിരുന്നു. എബ്രഹാമിനെ പോലെ നിരവധി കർഷകരാണ് റീസർവേ അപാകത മൂലം ദുരിതം അനുഭവിക്കുന്നത്. മന്ത്രിസഭ പ്രത്യേക ഓർഡിനൻസ് ഇറക്കിയാൽ മാത്രമേ റീസർവേ നടപടിയിലെ അപാകത മറികടക്കാനാകൂവെന്നാണ് സർവേയർ കൂടിയായ അനസ് പറയുന്നത്. ദേവികുളം താലൂക്കിൽ 1326 ചതുരശ്ര കിലോമീറ്ററിന്റെ 12 വില്ലേജുകളെ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അതിൽ 68 വില്ലേജുകളിൽ 36 വില്ലേജിലാണ് റീസർവേ പൂർത്തിയാക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്, നടപ്പിൽ വരുത്തിയിട്ടുള്ളത്. ആ 36 വില്ലേജുകൾ നടപ്പിൽ വരുത്തിയ റീസർവേയിൽ 80% തെറ്റുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഭീകരപ്രശ്നം ഉള്ള വില്ലേജ് മന്നാങ്കണ്ടം വില്ലേജാണ്. മന്നാങ്കണ്ടം വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 5, 4 അവിടെ റീസർവേ ചെയ്ത സമയത്ത് അന്നിരുന്ന സർവേയർമാരെ സാങ്കേതിക തകരാറല്ല, ബോധപൂർവമായ മിസ്റ്റേക്കാണോ മറ്റ് സംവിധാനങ്ങളാണോ അവിടെ റിസർവ് ഫോറസ്റ്റിന് എഴുതിയിട്ടേക്കുന്നതുകൊണ്ട് ഈ പറയുന്ന എബ്രഹാം വർക്കി, കൊടുമ്പേൽ, കുര്യാക്കോസ്, വാഴാട്ട് ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും കരമടയ്ക്കാൻ പറ്റാത്തത്. അത് ശരിയായി വന്നെങ്കിൽ മന്ത്രിസഭാ തീരുമാനത്തിൽ നിന്ന് പ്രത്യേകമായൊരു ഓർഡിനൻസ് ഇറക്കി അതിനുവേണ്ടി ഈ പറഞ്ഞ ആളുകളൊക്കെ വർഷങ്ങളായിട്ട് കയറി. എന്തുകൊണ്ടാണ് ഈ ഭരണാധികാരികളുടെ കണ്ണ് ഈ പറഞ്ഞ ഒരു ഓർഡിനൻസിലേക്കും മറ്റ് സംവിധാനത്തിലേക്കും വരാത്തത്? കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ തിങ്കളാഴ്ച മുതൽ റെഗുലർ ക്ലാസ് ആരംഭിക്കും. SFI KSU സംഘർഷത്തെ തുടർന്ന് കഴിഞ്ഞ 2 ദിവസമായി കോളേജ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. KSUവിന്റെ കൊടിമരം കോളേജിൽ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് കഴിഞ്ഞ 2 ദിവസം കോളേജ് അടച്ചിട്ടത്. ഇന്നലെ രാവിലെ കട്ടപ്പന CI VS അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥി നേതാക്കളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നായിരുന്നു തീരുമാനം. മറ്റ് സംഘടനകളുടെ കൊടിമരം കോളേജിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ളതിനാൽ KSUവിന്റെ കൊടിമരം കൂടി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളല്ലാതെ മറ്റാരെയും അനുമതിയില്ലാതെ കോളേജിൽ പ്രവേശിപ്പിക്കരുതെന്നും യോഗം തീരുമാനിച്ചു. ചർച്ചയിൽ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് മനോജ് മുരളി, ബിജോ മാണി, പ്രശാന്ത് രാജു, ജിതിൻ ഉപ്പുമാക്കൽ, KP സുമോദ്, ടോമി ജോർജ്, അശ്വതി P രാജ്, മനു സജി, വൈശാഖ് എന്നിവർ പങ്കെടുത്തു. ചർച്ചകൾ തൃപ്തികരമായിരുന്നെന്നും കോളേജിൽ സമാധാനം പുലരാൻ പരസ്പര സഹകരണം ഉണ്ടാകാൻ ശ്രമിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. കമ്പംമെട്ടിലെ വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റുകൾ എക്സൈസ് വകുപ്പിന് കൈമാറി. ജില്ലാ കളക്ടർ GR ഗോകുലിന്റെ ഉത്തരവിനെ തുടർന്നാണ് നടപടി. GST നിലവിൽ വന്നതിനെ തുടർന്ന് ഉപയോഗശൂന്യമായ കമ്പംമെട്ട് വിൽപ്പന നികുതി ചെക്ക് പോസ്റ്റുകളുടെ നിയന്ത്രണമാണ് എക്സൈസ് വകുപ്പിന് കൈമാറിയത്. കമ്പം കട്ടപ്പന പാതയിൽ എക്സൈസിന്റെ വാഹന പരിശോധന ദുഷ്കരമായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ ചെക്ക് പോസ്റ്റിലെ ബാരിക്കേഡുകൾ എക്സൈസിന് നൽകാൻ നിർദ്ദേശം നൽകിയത്. വ്യാഴാഴ്ച എക്സൈസ് അധികൃതർ ബാരിക്കേഡുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. വിൽപ്പന നികുതി ഓഫീസിലിരുന്ന് ബാരിക്കേഡുകൾ പ്രവർത്തിക്കുന്നത് എതിർത്തതിനെ തുടർന്ന് ഇന്നലെ ഇതിനോട് ചേർന്ന് ബദൽ സംവിധാനം ഉണ്ടാക്കിയതിനു ശേഷമാണ് എക്സൈസ് സംഘം ബാരിക്കേഡുകളുടെ നിയന്ത്രണം ഏറ്റെടുത്തത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാത്ത ഒരു സ്ഥാപനത്തിനും ലൈസൻസ് പുതുക്കി നൽകില്ലെന്ന് മൂന്നാർ ഗ്രാമപഞ്ചായത്ത്. ഗ്രീൻ ട്രൈബ്യൂണലിന്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മൂന്നാറിൽ കയ്യേറ്റങ്ങളും അനധികൃത നിർമ്മാണങ്ങളും മാലിന്യ പ്രശ്നവും രൂക്ഷമായി കണ്ടെത്തിയതിനെ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ്, റവന്യൂ വകുപ്പ്, പഞ്ചായത്ത് എന്നിവയെ പ്രതിക്കൂട്ടിലാക്കി ഗ്രീൻ ട്രൈബ്യൂണൽ കേസെടുത്തിരുന്നു. ഇതേ തുടർന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് സത്യവാങ്മൂലം സമർപ്പിച്ചപ്പോൾ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് തങ്ങൾ അനുമതി നൽകാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് നൽകുന്നതായി ചൂണ്ടിക്കാട്ടി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ ഒരു സ്ഥാപനത്തിനും ഗ്രാമപഞ്ചായത്ത് ലൈസൻസ് നൽകുവാൻ പാടില്ലെന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതിയില്ലാതെ ബാർബർ ഷോപ്പുകൾക്ക് പോലും ലൈസൻസ് നൽകാനാകില്ലെന്ന് മൂന്നാർ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. സത്യവാങ്മൂലം സമർപ്പിച്ച അവസരത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡ്, മൂന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ
സമ്മതപത്രമില്ലാതെ ലൈസൻസുകൾ നൽകുന്നു എന്ന് ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഗ്രീൻ ട്രിബ്യൂണൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാക്ഷ്യപത്രമില്ലാതെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഒരു ലൈസൻസ് പോലും നൽകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. ചെറുകിട ഹോം സ്റ്റേകൾ, കോട്ടേജുകൾ, ബാർബർ ഷോപ്പുകൾ പോലും മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സാക്ഷ്യപത്രമില്ലാതെ ലൈസൻസ് കൊടുക്കാത്ത ഒരു സാഹചര്യമാണുള്ളത്. പഞ്ചായത്ത് ലൈസൻസ് ലഭിക്കുന്നതിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അനുമതി നിർബന്ധമായതോടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും കൂടാതെ അനധികൃത നിർമ്മാണങ്ങൾക്കും ഇത് കൂച്ചുവിലങ്ങായി മാറും. ഇടുക്കി പൈനാവ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ അധ്യാപിക മർദ്ദിച്ച് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാതെ തടങ്കിൽ പാർപ്പിച്ചതായി കണ്ടെത്തി. സംഭവം അന്വേഷിക്കുവാൻ സ്ഥലത്തെത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാണുന്നത് കൈക്ക് പരിക്കേറ്റ 2 കുട്ടികളെ. ഇന്ന് രാവിലെയാണ് പൈനാവ് MRS സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റ വിവരം പുറത്തുവരുന്നത്. 2 ദിവസം മുമ്പ് സ്കൂളിലെ അധ്യാപിക മർദ്ദിച്ചിരുന്നെന്നും കൈകൾക്ക് നീരുവച്ച കുട്ടിയെ ആശുപത്രിയിലാക്കാൻ അധികൃതർ തയ്യാറായില്ല എന്നുമായിരുന്നു രഹസ്യ വിവരം. വിവരമറിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MRS സ്കൂളിൽ സന്ദർശനം നടത്തി. ഈ സമയം കൈകൾക്ക് പരിക്കേറ്റ 2 പെൺകുട്ടികളെ ഹോസ്റ്റലിൽ കണ്ടെത്തി. 2 കുട്ടികളും കൈതട്ടി പരിക്കേറ്റതെന്നാണ് പറയുന്നത്. എന്നാൽ അധ്യാപകരുടെ സാന്നിധ്യത്തിൽ ബാഹ്യസമ്മർദ്ദം മൂലമാണ് കുട്ടികൾ ഇത്തരത്തിൽ പറഞ്ഞതെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് കുച്ചുറസ്യ പൗലോസ് പറഞ്ഞു. പെൺകുട്ടികൾ അവിടെ 3 പേരാ ഉള്ളത്. അവരുടെ ഒരാളെ കൂടിയുള്ളൂ, മറ്റവർ 2 പേരും കൂടിയില്ല. അവർക്കൊരു പ്രത്യേക കാര്യങ്ങൾ അറിയാൻ പറയും. ഏറ്റവും വന്ന് കഴിയുമ്പോൾ കൂടെ വാച്ചീസ് മാത്രമായിരുന്നു. സാറന്മാരിവിടെ ഉള്ളപ്പോൾ വന്ന് പിള്ളേരെല്ലാം കണ്ട് അവരുടെ ഒരു സൗകര്യമൊക്കെ നോക്കി. അഴിമതി നടത്തിയതുമായി ബന്ധപ്പെട്ടും കുട്ടികളോട് തുടരുന്ന അവഗണനയുടെയും ഭാഗമായി മാനേജരെയും മറ്റൊരു ജീവനക്കാരനെയും കഴിഞ്ഞ ദിവസം സസ്പെൻഡ് ചെയ്തിരുന്നു. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാണ്. ആർട്ട് ഓഫ് ലിവിംഗിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന റോഡിന്റെ ഇരുവശങ്ങളിലെയും കാട് പ്രവർത്തകർ വെട്ടിത്തെളിച്ചു. ആർട്ട് ഓഫ് ലിവിംഗിന്റെ യുവജന വിഭാഗമായ YLTPയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചത്. നഗരസഭാ കൌൺസിലർ CK മോഹനൻ ശുചീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിൽ ഡ്രൈവർമാരുടെ കാഴ്ച മറയ്ക്കും വിധമാണ് കാട് വളർന്നു നിന്നിരുന്നത്. മാത്രവുമല്ല, വാഹനങ്ങളിൽ ഇവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ തള്ളുന്നതും പതിവായിരുന്നു. കാട് വളർന്ന് പന്തലിച്ചതിനാൽ മദ്യപരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യവും വർദ്ധിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളുമായി ആർട്ട് ഓഫ് ലിവിംഗ് പ്രവർത്തകർ രംഗത്തെത്തിയത്. വാഹനങ്ങൾക്ക് അപകട സാധ്യതയുണ്ടാക്കുന്നു, കുട്ടികൾക്ക് ധൈര്യമായി വഴിയെ നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു, സാമൂഹ്യ വിരുദ്ധർ ഇതിനകത്തെല്ലാം താവളം ഉറപ്പിക്കുന്നു, കഞ്ചാവ് വലിക്കാനായിട്ടും മറ്റ് കുട്ടികളെ ഉപദ്രവിക്കാനായിട്ടും ഒക്കെ. ഇത്തരത്തിലുള്ള ഒരു വലിയ ഭവിഷ്യത്ത് നഗരസഭ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിരന്തരമായി നമ്മളൊരു 15-30 ദിവസത്തിനകം തുടർച്ചയായി ഇത് വെട്ടി മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നന്നായി ഇതിൻ്റെ സ്ഥല ഉടമസ്ഥർ അത് വെട്ടി ഒതുക്കി മറ്റു തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിലൊന്നും സംരക്ഷിക്കാൻ തയ്യാറാകാത്തതിൻ്റെ വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. റോഡിന്റെ ഇരുവശങ്ങളിലെയും കാട് വെട്ടിമാറ്റുകയും പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തു. കടുത്ത മഴയെയും അവഗണിച്ചാണ് പ്രവർത്തകർ ശുചീകരണ പരിപാടിയിൽ ഏർപ്പെട്ടത്. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ അനിൽ, അംഗങ്ങളായ മഞ്ജിത്, കിരൺ, അജയ്, രതീഷ് എന്നിവർ ശുചീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി. YMCAയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ ബാലചിത്രരചനാ മത്സരം നടത്തി. കട്ടപ്പന സബ് ഇൻസ്പെക്ടർ KV സന്തോഷ് ചിത്രരചനാ മത്സരം ഉദ്ഘാടനം ചെയ്തു. ലോക സമാധാന വാരാചരണത്തിന്റെ ഭാഗമായാണ് കട്ടപ്പന YMCAയുടെ നേതൃത്വത്തിൽ ബാലചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ 17 വർഷമായി ചിത്രരചനാ മത്സര പരിപാടികളും പരിശീലന പരിപാടികളും YMCA നടത്തുന്നുണ്ട്. സമകാലിക ലോകത്ത് സമാധാനത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ലോക സമാധാന വാരാചരണത്തിലൂടെ YMCA ചെയ്യുന്നത്. കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിൽ നടന്ന ബാലചിത്രരചനാ മത്സരം കട്ടപ്പന സബ് ഇൻസ്പെക്ടർ KV സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും ഈ ലോക സമാധാനം ബന്ധപ്പെട്ട് നമ്മുടെ ഗുരുദേവർക്ക് എന്ത് പറയാനുണ്ട്? അവരുടെ മനസ്സിൽ എന്താണ് സമാധാനം, എങ്ങനെയാണ് ഇനി വരും കാലങ്ങളിൽ സമാധാനം മുമ്പോട്ട് പോകേണ്ടത് എന്നുള്ള അവരുടെ ഒരു ആശയം അത് ചിത്രരചനയിൽ കൂടി എന്തായാലും അവരിന്ന് ഇവിടെ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇതിന് പങ്കെടുക്കാൻ എത്തിയ എല്ലാ കുട്ടികൾക്കും എല്ലാ കൊച്ചു കലാകാരന്മാർക്കും ഞാൻ ആദ്യമായിട്ട് എൻ്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. YMCA പ്രസിഡന്റ് ജോർജ് ജേക്കബ് അധ്യക്ഷത വഹിച്ചു. 6 വയസ്സിൽ താഴെ, 6 മുതൽ 12 വയസ്സിൽ താഴെ,
12 മുതൽ 16 വയസ്സുവരെ എന്നിങ്ങനെ 3 ഗ്രൂപ്പുകളിലായാണ് മത്സരം നടന്നത്. ലോക സമാധാനത്തിൽ എന്റെ പങ്ക് എന്നതായിരുന്നു വിഷയം. ഓരോ ഗ്രൂപ്പിലും 1, 2, 3 സ്ഥാനങ്ങൾ നേടിയവർക്ക് സമ്മാനങ്ങൾ നൽകി. ഹിരോഷിമ, നാഗസാക്കി ദിനാചരണങ്ങളുടെ ഭാഗമായി ഓഗസ്റ്റ് 9-ാം തീയതി ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികളുടെ ചിത്രങ്ങൾ കട്ടപ്പന ഇൻഫന്റ് ജീസസ് സ്കൂളിൽ പ്രദർശിപ്പിക്കും. ഓഗസ്റ്റ് 6, ഓഗസ്റ്റ് 9 തീയതികൾ ഹിരോഷിമ, നാഗസാക്കി ദിനങ്ങളുടെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു. ലോക സമാധാനത്തിൽ എൻ്റെ പങ്ക് എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി 3 കാറ്റഗറി ആയിട്ടാണ് ഇത്തവണത്തെ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. 6 വയസ്സിൽ താഴെയുള്ള ഒരു വിഭാഗം, 6 മുതൽ 12 വയസ്സ് താഴെയുള്ള വിഭാഗം, 12 മുതൽ 16 വയസ്സ് വരെ, ഇങ്ങനെ 3 കാറ്റഗറിയിലായിട്ടാണ് മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. മത്സര പരിപാടികൾക്ക് YMCA പ്രസിഡന്റ് ജോർജ് ജേക്കബ്, വൈസ് പ്രസിഡന്റുമാരായ OA തോമസ്, ജോളി തോമസ്, സെക്രട്ടറി PM ജോസഫ്, ഭാരവാഹികളായ ജേജു ഡി അറക്കൽ, ബോസ് ഇഗ്നേഷ്യസ്, പ്രോഗ്രാം കോർഡിനേറ്റർ UC തോമസ്, മീഡിയ കൺവീനർ ജോർജി മാത്യു, സിറിൽ മാത്യു, ബേബി ജോസഫ്, സണ്ണി ജോസഫ്, PD തോമസ്, ജോർജ് കുട്ടി പൗലോസ്, ലാൽ പീറ്റർ, സജി ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി വാഴത്തോപ്പ് അംഗനവാടി ICDSന്റെ ഗോഡൌണാക്കാൻ ശ്രമിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി. കുട്ടികൾക്കും ജീവനക്കാർക്കും അസൗകര്യം സൃഷ്ടിച്ചുകൊണ്ടാണ് പഞ്ചായത്തിലെ മറ്റ് അംഗനവാടികൾക്കുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിക്കാൻ ശ്രമം നടന്നത്. ഇടുക്കി വാഴത്തോപ്പ് 40-ാം നമ്പർ അംഗനവാടിയിൽ ഗോതമ്പ് ചാക്കുകൾ ഉൾപ്പെടെ കണക്കിൽ കൂടുതൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സൂക്ഷിച്ചതിനെതിരെയാണ് രക്ഷിതാക്കൾ പ്രക്ഷോഭവുമായി രംഗത്തെത്തിയത്. പഞ്ചായത്തിലെ മറ്റ് അംഗനവാടികളിലേക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ഇവിടെ ഇറക്കിവെച്ച് കുട്ടികൾക്കും ജീവനക്കാർക്കും അസൗകര്യമുണ്ടാക്കിയതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായത്. സൂപ്പർവൈസർ ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു. അവർക്ക് അവിടെ എന്തോ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടോ, ആളുകൾ നോക്കുമ്പോൾ ആളുകൾ തെറ്റ് പറഞ്ഞും കാര്യമില്ല. ഇപ്പൊ രാവിലെ തന്നെ 2-3 ലോഡുകൾ ഇവിടുന്ന് കയറി പോവുകയുണ്ടായി. ആളുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അവരെന്നെ വിളിച്ച് പറഞ്ഞത് ഇവിടെ എന്തോ ഒരു മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അനധികൃതമായിട്ട് സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഞാൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പം കുട്ടികൾക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിരുന്നത്. അടുത്തുള്ള സാംസ്കാരിക നിലയത്തിലാണ് ഇക്കാലം അത്രയും സാധനങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പൊടിയും ദുർഗന്ധവുമുള്ള ഗോതമ്പ് ചാക്ക് തുടർച്ചയായി കയറ്റിയിറക്കുക വഴി കുട്ടികൾക്കും ശ്വാസതടസ്സം ഉണ്ടാകുന്നതായി രക്ഷിതാക്കൾ ചൂണ്ടിക്കാട്ടി. രക്ഷിതാക്കൾ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് അംഗം എത്തി ICDS അധികൃതരുമായി ബന്ധപ്പെട്ട് സാധനങ്ങൾ നീക്കം ചെയ്തു. എന്നാൽ ഇക്കാര്യങ്ങൾ അംഗനവാടി വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ കൂടിയായ തന്നെയോ മറ്റ് രക്ഷിതാക്കളെയോ ആരും അറിയിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് അംഗം അമൽ ജോസ് പറഞ്ഞു. കട്ടപ്പന വെള്ളിയാങ്കുടി അംഗനവാടിയിൽ മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് ബേബി ഷോ സംഘടിപ്പിച്ചു. നഗരസഭാ കൌൺസിലർ റെജീന തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന വെള്ളിയാങ്കുടി 97-ാം നമ്പർ അംഗനവാടിയിലാണ് മുലയൂട്ടൽ വാരാചരണത്തോടനുബന്ധിച്ച് ബേബി ഷോ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ മോണിറ്ററിംഗ് കമ്മിറ്റി പ്രസിഡന്റ് ജോർജ് തോമസ് പാമ്പാടിയിൽ അധ്യക്ഷത വഹിച്ചു. വെള്ളിയാങ്കുടി ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ ബെറ്റ്സിലാൽ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായാണ് ബേബി ഷോ നടത്തിയത്. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അമ്മമാരിലേക്ക് മുലയൂട്ടൽ വാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിന്റെ പ്രസക്തി കൂടുതൽ അറിയിക്കുക എന്നുള്ളതാണ്. അതായത് ഈ മുലയൂട്ടുന്നതിലൂടെ ഈ കുട്ടികൾക്കുണ്ടാകുന്ന ഗുണം എന്തൊക്കെയാണെന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ അംഗനവാടി ടീച്ചർ സിനി തോമസ്, സുമംഗല വിജയൻ, ശശികല AN തുടങ്ങിയവർ നേതൃത്വം നൽകി. പരിപാടിയോടനുബന്ധിച്ച് അമ്മമാർക്കായി ക്വിസ് മത്സരവും സംഘടിപ്പിച്ചു. അംഗനവാടി ടീച്ചർ സിനി തോമസ്, ശശികല AN, സുമംഗല വിജയൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അംഗനവാടി കുട്ടികൾ, മാതാപിതാക്കൾ, കൌമാര പെൺകുട്ടികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഹരിതജീവനം ശുചിത്വ സന്ദേശയാത്രയ്ക്ക് എഴുകുംവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സ്വീകരണം നൽകി. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തും കല്ലാർ പട്ടം കോളനി പ്രാഥമികാരോഗ്യ കേന്ദ്രവും സംയുക്തമായാണ് സന്ദേശയാത്ര നടത്തുന്നത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്താക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ കല്ലാർ പട്ടം കോളനി പ്രാഥമികാരോഗ്യ കേന്ദ്രവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതിയാണ് ഹരിതജീവനം. പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന ശുചിത്വ സന്ദേശയാത്രയ്ക്ക് എഴുകുംവയൽ വാർഡിൽ സ്വീകരണം നൽകി. എഴുകുംവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന സ്വീകരണ യോഗം ജാഥ ക്യാപ്റ്റൻ S. പ്രസന്നകുമാർ ഉദ്ഘാടനം ചെയ്തു. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോണി പുതിയാപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല നന്ദകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മിസ്ട്രസ് തനുജ, സീനിയർ അസിസ്റ്റന്റ് യശോധരൻ, ജെയ്സൺ ജി ജോൺ, PTA പ്രസിഡന്റ് രാജീവ് തോമസ്, ആരോഗ്യ പ്രവർത്തകർ, ADS, CDS ജീവനക്കാർ, അധ്യാപകർ തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ സംസാരിച്ചു. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 10ാം തരം തുല്യതാ കോഴ്സിന്റെയും ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സിന്റെയും അഡ്മിഷൻ ആരംഭിച്ചു. അപേക്ഷാ ഫോറം കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ നിന്നും വെള്ളിയാങ്കുടി തുടർ വിദ്യാ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. താൽപര്യമുള്ളവർ ആഗസ്റ്റ് 10-ാം തീയതിക്ക് മുമ്പായി രജിസ്റ്റർ ചെയ്യണം.
SNDP യോഗം കട്ടപ്പന കൊച്ചുതോവള ചായക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന കുമാരനാശാൻ കുടുംബയോഗത്തിന്റെ ശാന്തിയാത്രയും സത്സംഗവും നാളെ നടക്കും. ശാഖാ പ്രസിഡന്റ് KN രാജു ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ ബ്രഹ്മചാരി വിശ്വംഭരൻ സ്വാമികൾ ദിവ്യപ്രബോധനം നൽകും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Express your love with golden moments. KG's Jewelry. In association with ലഡു, ജിലേബി, ബേക്കറി ഐറ്റംസ് അത് എന്നതായാലും മൈ കൊച്ചിൻ. ജില്ലയിലെ ഏറ്റവും വലിയ ബേക്കറി മൈ കൊച്ചിൻ. ബേക്കറി, സൂപ്പർ മാർക്കറ്റ്, ഐസ്ക്രീം പാർലർ ആൻഡ് കോഫി കഫേ. ദ ടേസ്റ്റ് ഓഫ് ഗുഡ്നസ്. മൈ കൊച്ചിൻ, സെൻട്രൽ ജംഗ്ഷൻ, കട്ടപ്പന. സഞ്ചാരികൾക്ക് മറക്കാനാകാത്ത വിസ്മയ കാഴ്ചയാണ് പാൽക്കുളംകുത്ത് വെള്ളച്ചാട്ടം. ആകാശത്ത് നിന്ന് ഒഴുകിയെത്തുന്നത് പോലെ തോന്നുന്ന ഈ മനോഹര കാഴ്ച എത്ര കണ്ടാലും മതിവരില്ല. നേർക്കാഴ്ചയിലേക്ക്. ഇടുക്കി ഒരുക്കി വെച്ചിരിക്കുന്ന അതിമനോഹര കാഴ്ചകളിൽ ഒന്നാണ് പാൽക്കുളംകുത്ത് വെള്ളച്ചാട്ടം. ജില്ലാ ആസ്ഥാനത്തോട് ചേർന്ന് വാഴത്തോപ്പ്, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലായാണ് പാൽക്കുളം മേട്. വേനൽക്കാലത്തും മഴക്കാലത്തും ഒരുപോലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കും ഈ പ്രദേശം. മഴയെത്തിയതോടെ പാൽക്കുളംകുത്ത് വെള്ളച്ചാട്ടം ജലസമൃദ്ധമായി. മലമുകളിൽ നിന്ന് പാൽ പോലെ പതഞ്ഞൊഴുകുന്ന വെള്ളം. അല്പം മഞ്ഞുകൂടിയുണ്ടെങ്കിൽ ആകാശത്തു നിന്ന് നേരിട്ട് വെള്ളച്ചാട്ടം ഉത്ഭവിച്ച പോലെ തോന്നും. അനന്തമായ വിനോദസഞ്ചാര സാധ്യതകളുണ്ടെങ്കിലും അധികൃതർ ഈ പ്രദേശത്തെ അവഗണിക്കുകയാണ്. പാൽക്കുളംകുത്തിൽ എത്തിച്ചേരാൻ നല്ല വഴി പോലുമില്ല. അടിസ്ഥാനപരമായിട്ട് സഞ്ചാരികൾക്ക് എത്തുവാൻ പറ്റിയ സാഹചര്യങ്ങളില്ല എന്നുള്ളതാണ് ഈ ടൂറിസം രംഗത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നേരിടുന്ന ഒരു വെല്ലുവിളി. ഇങ്ങോട്ടേക്ക് കടന്നു പോകാനായിട്ട്, ആളുകൾക്ക് ധാരാളമായിട്ട് കടന്നു പോകാനായിട്ട് റോഡുകളുടെ ഒരു അഭാവമാണ് ഇന്ന് ഈ ടൂറിസം രംഗത്ത് മങ്ങലേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്രയേറെ സാധ്യതകളുള്ള ഒരു സ്ഥലത്തെ ജനപ്രതിനിധികൾ അവഗണിക്കുന്നതിനോട് ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ ഞാനും അതിനോടൊരു പ്രതിഷേധ സൂചകമായിട്ട് തന്നെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജൂൺ മുതൽ ഡിസംബർ വരെയാണ് പാൽക്കുളം വെള്ളച്ചാട്ടം മനോഹരിയാകുന്നത്. പച്ചപുതച്ച പുൽമേടുകളിൽ പുകമറ തീർത്തെത്തുന്ന മഞ്ഞുകാറ്റാണ് മലയുടെ സൗന്ദര്യം. മണിയാറൻകുടി, കഞ്ഞിക്കുഴി പ്രദേശങ്ങളിൽ നിന്ന് മലമുകളിലേക്ക് ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്ന സഞ്ചാരികൾ മലമുകളിലേക്ക് വാഹനവുമായി എത്താറുണ്ട്. മുളകുവള്ളിയിൽ നിന്നും സാഹസികർ നടന്നും മല കയറാറുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. In association with ജില്ലയിൽ ആദ്യമായി മൈ കൊച്ചിൻ അവതരിപ്പിക്കുന്നു ലൈവ് ഐസിംഗ്. 1 മിനിറ്റിനുള്ളിൽ ബർത്ത്ഡേ കേക്കുകൾ. വിലക്കുറവിന്റെ വിസ്മയവുമായി സൂപ്പർ മാർക്കറ്റ്. റെഗുലർ കസ്റ്റമേഴ്സിനായി പ്രിവിലേജ് കാർഡുകൾ. മൈ കൊച്ചിൻ അതൊരു സംഭവമാണ് കേട്ടോ. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പുറ്റടി സ്പൈസസ് പാർക്കിൽ ഇന്ന് നടന്ന മാസ് എന്റർപ്രൈസസ് വണ്ടൻമേട് ഏലക്ക ലേല വിവരം. ആകെ 357. വിൽപ്പനയ്ക്ക് വന്നത് 59,633. വിൽപ്പന നടന്നത് 58,091. കൂടിയ വില 1,509. ശരാശരി വില 1,049. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ. ഏലം കൂടിയത് 1,150. ശരാശരി 1000. കാപ്പിപ്പരിപ്പ് കിലോഗ്രാമിന് 122 രൂപ. ഗ്രാമ്പു 600 രൂപ. കൊക്കോ 32 രൂപ. റബ്ബർ 130 രൂപ. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 2,640 രൂപ. വെള്ളി 60 രൂപ. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry. കോട്ടയം കട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. പ്രധാന വാർത്തകൾ വീണ്ടും. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്യൂമ, വുഡ്ലൻഡ്, നൈക്ക്, ലീ കൂപ്പർ, അഡിദാസ്, ഫില, ബ്രാവോ, ഡോക്കന്മാർ, സ്പാർക്സ്, ബാറ്റ തുടങ്ങിയ ലോകോത്തര കമ്പനികളുടെ ചെരുപ്പുകൾ, ഷൂസുകൾ, പ്രമുഖ കമ്പനികളുടെ ബാഗുകൾ, ട്രോളികൾ. ഗ്രൗണ്ട് ബൂസ് നിയർ പോലീസ് സ്റ്റേഷൻ, SN ബിൽഡിംഗ്, കട്ടപ്പന.
ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. പലയിടത്തും നാശനഷ്ടങ്ങൾ. 3 ദിവസം കൂടി മഴ തുടരാൻ സാധ്യത. മൂന്നാർ തലയാർ എസ്റ്റേറ്റിൽ കാട്ടാന ചെരിഞ്ഞു. കന്നിമലയിൽ കാട്ടാനക്കൂട്ടം പലചരക്ക് കട തകർത്തു. ചിന്നക്കനാൽ 301 കോളനിയിലെ ആദിവാസി കുടുംബങ്ങളുടെ കണക്ക് വനം വകുപ്പ് ശേഖരിക്കുന്നു. പീരുമേട് ടീ കമ്പനി തുറക്കാൻ വീണ്ടും ചർച്ച. 11-ാം തീയതി തിരുവനന്തപുരത്ത് തൊഴിൽ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച. റീസർവേ നടപടികളിലെ അപാകത മൂലം കർഷകർ ദുരിതത്തിൽ. റീസർവേയിൽ ഏറ്റവുമധികം തെറ്റുകൾ അടിമാലി മന്നാംകണ്ടം വില്ലേജിൽ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.